ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഓർമ്മകളുടെ നെല്ലിമരത്തണലിൽ വർഷങ്ങൾക്കിപ്പുറം അവർ ഒരുമിച്ചു. പാലോറ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2000-2001 ബാച്ചിലെ കുട്ടികളാണ് അവർ പഠിച്ച അതേ ക്ലാസ് മുറിയിൽ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചത്. ഓർമ്മകൾ ഇരമ്പുന്ന ആ പഴയ 10ാം ക്ലാസ്സിൽ വീണ്ടും അവർ ഒരുമിച്ചു. കോഴിക്കോട് ഉള്ളിയേരി പാലോറ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2000-2001 കാലഘട്ടത്തിൽ 10ാം ക്ലാസ് ഡിയിൽ പഠിച്ച കുട്ടികളാണ് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അതേ വിദ്യാലയത്തിൽ ഒരുമിച്ചത്. കൂട്ടായ്മയിൽ അന്നത്തെ ക്ലാസ് ടീച്ചർ വിജയൻ മാഷ് എത്തിയപ്പോൾ അത് പഴയ സ്മരണകൾക്ക് ഇരട്ടി മധുരമായി. വിജയൻ മാഷിനെ കുട്ടികളും വിശിഷ്ടാതിഥികളും ചേർന്ന് പൊന്നാടയണിയിച്ചു. രീതി തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ക്ലാസ്സിലൂടെ കാര്യങ്ങളാണ് എല്ലാ വഴിയും ഒരുപോലെ സ്നേഹിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി പഠിച്ച വിദ്യാലയമാണ് പാലോറ ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ പഠിച്ച കുട്ടികൾ ചേർന്ന് രൂപീകരിച്ച ഫ്രണ്ട്സ് ഫോർ എവർ വാട്സപ്പ് കൂട്ടായ്മയാണ് ഒത്തുചേരലിന് വഴിയൊരുക്കിയത്. ബാലുശ്ശേരി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് പുതുശ്ശേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാലോറയെ സംബന്ധിച്ചോളം പാലോറയുടെ കരുത്ത് എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. സ്കൂളിലെ ഭൗതിക സാഹചര്യം സംബന്ധിച്ചൊക്കെ നമുക്ക് പല എതിരഭിപ്രായങ്ങളും നമുക്ക് പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സ്കൂളാണ് പാലോറ. നമ്മളൊക്കെ ഇവിടെ എത്തി നിൽക്കുന്നതിന് നമുക്ക് കാരണമായി മാറിയാണ് നമ്മുടെ വിദ്യാലയമാണ് പാലോറ. ചടങ്ങിൽ പ്രശാന്തിനി അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ P. അനിൽ, അലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ഷാജി മുഖവൂർ, പാലോറ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീജിത്ത്, സാജിത്ത് നാറാത്ത് എന്നിവരും സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഫ്രണ്ട്സ് ഫോർ എവർ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം സമുദ്ര ഹാളിൽ നടക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. റാലിയുടെ